ഹലോ, എല്ലാവർക്കും നമസ്കാരം. മിക്സ് മീ ക്രബ് സാർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ എന്ന് പറഞ്ഞ സംഭവത്തെ പറ്റിയാണ്. കർമ്മയുണ്ടോ കർമ്മ ഇല്ല എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ കർമ്മ ഇല്ല എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ചില ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ചെയ്യും 100 കൂട്ടം തെളിവുകൾ ഉണയ്ക്കും. ചരിത്രപരമായും അതേപോലെ ഇപ്പം നിലവിൽ കണ്ടുവരുന്ന കാര്യങ്ങളായും സയൻറ്റിഫിക്കലി ഒരുപാട് തെളിവുകൾ നിരത്തി വയ്ക്കും. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പം ഇവരൊക്കെ ഇപ്പം എത്ര തെളിവ് നിരത്തി വെച്ചാലും ഇപ്പം ശരിക്കുള്ള ആസ്ട്രോളജേഴ്സിൻ്റെ മുമ്പിൽ വന്ന് ഇവരുടെ കൃത്യം ജനിച്ച ടൈമും സമയവും പറഞ്ഞ് ഇവരുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ശാസ്ത്രമൊന്നും വർക്കാവത്തില്ല. അവിടെ മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ തീർന്നു. പിന്നെ അവിടെ വേറെ പറച്ചിലും കാര്യങ്ങളൊന്നുമില്ല. ആ സ്പോട്ടിൽ ഇവിടെ ശാസ്ത്രം പൊളിഞ്ഞ് കൈ കിട്ടും. കണ്ണട സമയത്ത് പൊളിയും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർമ്മം എന്ന് വെച്ചാൽ എന്തോന്നാണ്? കർമ്മം ഞാനിപ്പോൾ കുറച്ച് അപ്പം എടുത്തതിൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയണത്. കർമ്മം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കർമ്മം എന്ന് പറയുന്ന സംഭവമില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞ് നിന്ന ആളാണ് ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ അതുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയും. കർമ്മമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വീഡിയോയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, കർമ്മം എന്നുള്ള സംഭവം ഉണ്ട് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യം എന്താണെന്ന്, പിന്നെ പുനർജന്മം, ഇപ്പോൾ മുൻജന്മം പുനർജന്മം ഇതൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് എനിക്ക് സംശയമുണ്ട്. നിങ്ങളൊരു കാര്യം ചോദിച്ചു നോക്ക്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എൻ്റെ കയ്യിൽ നിന്ന് അപ്പം എടുക്കുന്ന ആൾക്കാർ മലപ്പുറത്തും കോഴിക്കോടും വേറെ ജില്ലകളിലുള്ള ആൾക്കാരാണ്. അവരെ കുടുംബക്കാരെയൊക്കെ പറ്റി എനിക്കെങ്ങനെ പറയാൻ പറ്റുന്നു ഇത്രയും ആക്യുറേറ്റായിട്ട്, ഇത്രയും ക്ലിയറായിട്ട്? മനസ്സിലായില്ലേ? എക്സാമ്പിൾ, ഒരു 5 ദിവസം മുമ്പ് ഒരാൾ വന്നു എൻ്റെ കയ്യിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്ക് അബോർഷൻ പറ്റും. മനസ്സിലായില്ലേ? നിങ്ങൾ പോയി ചോദിച്ചു നോക്ക്, നിങ്ങളുടെ അമ്മയ്ക്ക് പണ്ട് എപ്പോഴും അബോർഷൻ പറ്റിയിട്ടുണ്ട്, പറ്റാതെ ഇരിക്കത്തില്ല. മനസ്സിലായില്ലേ? അഥവാ നിങ്ങളെ അമ്മ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അയച്ച് 200 രൂപ ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞ്, നിങ്ങൾ തന്ന എനിക്ക് പൈസ ഞാൻ അതുപോലെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ്. മനസ്സിലായില്ലേ? അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ആളെന്തോന്ന് ചെയ്തു? പോയി ചോദിച്ചപ്പോൾ അബോർഷൻ നടന്നിട്ടുണ്ട്. ഈ സ്വന്തം മോന് പോലും അറിയത്തില്ല സ്വന്തം അമ്മയ്ക്ക് അബോർഷൻ മുമ്പ് പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്ന്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കാര്യം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ കറങ്ങിക്കുത്തി പറയണമെന്നൊക്കെ പറയാം. നിങ്ങൾക്ക് എന്ത് വേണോ പറയാം, അത് വിഷയമില്ല. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അത്ര വേറൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർമ്മം എന്ന് വെച്ചാൽ എന്തോന്നാണ്? കർമ്മം വരുന്നത് വേറെ 2 രീതിയില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളെ പൂർവികർ ചെയ്ത കാര്യം നമ്മളെന്തും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കിപ്പോൾ കർമ്മത്തിൽ അനുഭവിക്കപ്പെടേണ്ടി വരും. പിന്നെ ശനിദശ, കണ്ടകശനി, ഏകശനി എന്ന് പറയുന്ന സമയമുണ്ട്. ഈ സമയത്തും നമ്മൾ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കർമ്മ ചെയ്ത് നമുക്ക് തിരിച്ചടിച്ചിരിക്കും. ഈ കണ്ടകശനി, ഏകശനി എന്ന് പറയുന്ന സമയത്തൊക്കെ ഈ പറയണ ഈ സമയങ്ങളിലൊക്കെ ഒരുപാട് ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കരിയറിൽ വളരെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്തോന്നുണ്ടാണ്, അത് കർമ്മയാണ്. ശനിക്ക് നല്ലത് തെറ്റൊന്നുമില്ല, ലോയലാണ്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. അതാണ് സംഭവം. ഇതാണ് കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ പുനർജന്മം ഉണ്ടോ എന്നുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച എന്തോ ആയിട്ടേ ഉള്ളൂ മിനിമം. അപ്പോൾ പുനർജന്മം ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് 2 ഇരട്ട കുട്ടികൾ വന്നു. അവരുടെ ഡേറ്റും ടൈമും എൻ്റെ അടുത്ത് പറഞ്ഞു. മനസ്സിലായില്ലേ? പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയ എന്ത് പരിപാടിയാണ്, ഇവരുടെ ഈയിടയ്ക്ക് വന്ന് ഇരട്ട കുട്ടികൾ വന്നു. അപ്പോൾ അതിശയിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ D90 ചാർട്ട് ഡിഫറൻ്റ് ആണ്. അതിൽ ഈ ഇരട്ട കുട്ടികളാണെങ്കിൽ 1-2 മീറ്റൊക്കെ ലേറ്റായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. മനസ്സിലായില്ലേ? എങ്ങനെയായാലും എനിക്കതിനെ പറ്റി അറിയാം. എനിക്ക് കൃത്യം ഒരേ സമയത്ത് ഇരട്ട കുട്ടികൾ ഒരേ സമയത്ത് കൃത്യമായിട്ട് സെക്കൻഡല്ല മിനിറ്റുകൾ ഗ്യാപ്പൊന്നും ഇല്ലാതെ ജനിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി ഞാൻ നോക്കിയിട്ടുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വന്ന ഇരട്ട കുട്ടികളിൽ സാധാരണ ഞാൻ D90 ചാർട്ട് നോക്കിയപ്പം കറക്റ്റായി വരുന്നുണ്ട്. ഈ കുട്ടികളുടെ കർമ്മ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇരട്ട കുട്ടി
ഏട്ട കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രായമുള്ള ആൾക്കാരാണ്, മനസ്സിലായി, 10-30 വയസ്സുണ്ട്, കല്യാണം കഴിച്ച്. അപ്പം 2 പെൺകുട്ടികളാണ്. ഒരാൾ കല്യാണം കഴിച്ചോടെ രക്ഷപ്പെട്ട്, മറ്റൊരാൾ കല്യാണം കഴിച്ചോടെ നശിച്ചു പോയി. പക്ഷേ 2 ഇരട്ട കുട്ടികളാണ് സംഭവം. അപ്പോൾ ഇത് ഇരട്ട കുട്ടികൾക്കായാലും ചേഞ്ച് വരും. അങ്ങനെ ഇനി ഒരേ സെക്കൻഡ് ജനിക്കുന്നവരാണെങ്കിൽ ഏകദേശം തുല്യമായി നിൽക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, അത്രയേ ഉള്ളൂ. അപ്പോൾ കർമ്മയെന്ന് വെച്ചാൽ ഇതുപോലെയാണ്. പിന്നെ വേറൊരാൾ അപ്പോയിൻ്റ് എടുത്ത്, മനസ്സിലായി, കുറേ ദിവസം മുമ്പ് കുറേ മാസം മുമ്പ് എടുത്ത സംഭവമാണ്. അപ്പോൾ ആ ചാർട്ട് ഞാൻ വീണ്ടും ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻജന്മത്തെ പറ്റി ഞാൻ നോക്കുമ്പോൾ ഞാൻ നോക്കിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കുന്ന ഒരാൾ അപ്പോയിൻമെൻറ്റാണ് ഞാൻ ഇന്ന് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ എല്ലാവരുടെ ഭാഗത്തുനിന്നും കുറ്റപ്പെടൽ, ജീവിതത്തിൽ എപ്പോഴും തോൽവി, പരീക്ഷ കൊച്ചു പ്രായത്തിൽ വിദ്യാഭ്യാസത്തിൽ തോൽവി, ജോലി കിട്ടുന്നില്ല, ജോലിക്ക് പ്രശ്നം, പെണ്ണ് കിട്ടുന്നില്ല, പെണ്ണിന് പ്രശ്നം, അങ്ങനെ മൊത്തം ലൈഫ് ലോങ് മൊത്തം പ്രശ്നം. അയാളെ ലൈഫിൽ പോസിറ്റീവ് എന്ന് പറയാനുള്ള ഒരു കാര്യവുമില്ല, മനസ്സിലായില്ലേ? ഇതാണ് അവസ്ഥ. വീട്ടിൽ പോലും കൃത്യമായി കയറുന്നില്ല, മനസ്സിലായില്ലേ? ഇന്ന് എന്തൊരു പ്രത്യേക സാഹചര്യത്തിൽ ആൾ വീട്ടിൽ വന്നതാണ്, വീട്ടിൽ വന്നു കിടന്ന് ആൾ അതിന് മുമ്പേ റോഡിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഒരു വിഷുവിനെപ്പോലെ വെളിയിൽ കിടന്ന ആൾ, മനസ്സിലായില്ല? അതിനിടെ കൂടെ അസുഖങ്ങൾ, 100 കൂട്ടം അസുഖങ്ങളും, അങ്ങനെ പെയിൻ അനുഭവിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ ലൈഫിലെന്ന് പറഞ്ഞാൽ അത്രയും ഈ വ്യക്തിയെ ബാക്കിയുള്ളവരെല്ലാവരും കാണുന്നത് ഒരു പുച്ഛമായ രീതിയിൽ കാണുകയാണ് ഈ ഒരു വ്യക്തിയെ. അപ്പോൾ അങ്ങനെ ഒരു ആളവിടെ വളരെ ഡീപ്പ് സ്റ്റേജ്, നമ്മൾ ചിന്തിക്കാൻ പറ്റത്തില്ല, അത്രയും പെയിൻഫുള്ളായ പ്രോസസ്സിലൂടെ അത്യാവശ്യം സ്പീച്ചിലായിട്ട് പോകുന്ന ആളാണ് ആൾ. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ, മനസ്സിലായില്ലേ? ഇങ്ങനെയാണ്. അപ്പോൾ ഇയാളുടെ ഹൊറോസ്കോപ്പ് ഞാൻ നോക്കിയപ്പോൾ ഇയാളുടെ ഈ പറഞ്ഞ D90 ചാർട്ട് എടുത്ത് നോക്കിയപ്പോൾ അതിശയിക്കുന്ന കാര്യം, ഈ ആസ്ട്രോളജിയിൽ ഈ മുൻജന്മം എന്നൊക്കെ പറയുമ്പോൾ D90 ചാർട്ടാണ് എല്ലാവരും പറയണം. മുൻജന്മത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കുക D90 ചാർട്ടിൽ. അപ്പോൾ ഞാൻ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ജന്മത്തിൽ ഇയാളുടെ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ നല്ല ഡൊമിനേറ്റിംഗ് ആണ് ലഗ്നത്തിൽ. ഇപ്പോൾ അസഞ്ചിൽ തന്നെ സൂര്യൻ നിൽക്കുകയാണ്, ഒടുക്കത്തെ ഡൊമിനേറ്റിംഗ് ആണ്, ഒടുക്കത്തെ രാജാവെന്നൊക്കെ പറയില്ല, രാജാവിനെ പോലെ തന്നെയാണ്, ഹൈലി ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നിട്ടുണ്ട്. 6ാം ഭാവം നോക്കി, അവളെ സിക്സ്ത് ഹൗസ് നോക്കി. സിക്സ്ത് ഹൗസ് നോക്കിയപ്പോഴാണ് ഏറ്റവും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇയാൾക്കുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇയാളുടെ ലൈഫിൽ പെണ്ണ് കേസാണ്, സ്ഥിരം പെണ്ണ് കേസാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് കണ്ടിന്യൂസ് പ്രശ്നമാണ്. കുറേ കാര്യങ്ങളൊക്കെ അവിടെ പേഴ്സണൽ കാര്യം നമ്മൾ ചോദിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ആസ്ട്രോളജി എന്ന് പറയുന്ന തിയറി എനിക്ക് കണക്റ്റായി, ആ നിമിഷം കണക്റ്റായി. പുനർജന്മമുണ്ട്, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് വേറൊരു ജന്മം നമുക്കുണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായി. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു അറിവാണ് എനിക്ക് കിട്ടിയത് അതിലൂടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പറയാം, അയാൾക്ക് എന്തുകൊണ്ട് ജന്മത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ഒന്നാമത്തെ അയാൾ രാജാവിനെ പോലത്തെ പദവി നിന്ന ഒരാളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവെന്ന് നമ്മൾ പറയുന്നത് അത്യാവശ്യം വല്ല പണക്കാരും സമൂഹത്തിൽ വിലയുള്ള ആളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അയാൾ മുൻജന്മത്തിൽ ഈ പറയുന്ന പോലെ എന്തോ ചെയ്തിട്ടുണ്ട്, സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അവിടുത്തെ ആൾക്കാരോട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ എല്ലാവരെയും മോശമായ രീതിയിൽ അടിച്ച് താഴ്ത്തി ഒരു വളരെ അങ്ങനെ പോയ ആൾക്കാരില്ലേ നമ്മുടെ നാട്ടിൽ, മനസ്സിലായില്ലേ? എക്സാമ്പിള്, എല്ലാവർക്കും പുച്ഛവില കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരില്ലേ, അതേ ഒരു കാറ്റഗറി, ഒരു രാജാവിനെ പോലെ ഒരു കാറ്റഗറി. കഴിഞ്ഞ ജന്മത്തെ എല്ലാം അടിപൊളിയായിരുന്നു, ഒരുപാട് പേർക്കിട്ട് ഇയാൾ പണി ചെയ്തിട്ടുണ്ട്, ഇയാൾ അധികാരം വെച്ച്. അങ്ങനെയുള്ളൊരു ചാർട്ടാണെങ്കിൽ മാത്രമേ ഈ ജന്മത്തെ എന്തോ നീയുള്ളൂ അയാൾക്ക് ഈ ഒരു സിറ്റുവേഷൻ വരത്തുള്ളൂ, മനസ്സിലായില്ലേ? സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴും, മനസ്സിലായില്ലേ? വീട്ടിനടിച്ച് പുറത്താക്കും, വീണ്ടും വീട്ടിൽ പോവും, വീട്ടിനടിച്ച് പുറത്താക്കും, അപ്പം റോഡിൽ കിടക്കും, വീണ്ടും വീട്ടിൽ വെച്ച്. ഇതാണ് അവസ്ഥ, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ നോക്കി അതിശയിച്ചുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഇങ്ങനെ പോകുന്നുണ്ട്, ഇയാൾ ഇപ്പോഴത്തെ ലൈഫും ഇങ്ങനെയാണ് സംഭവം. അതിശയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കഴിഞ്ഞ ജന്മത്ത് അയാളെ പദവി വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഈ ജന്മത്ത് അയാളുടെ ഈഗോ കുറയ്ക്കാൻ വേണ്ടി അയാളുടെ ഈ സംഭവം എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ഇയാൾ എന്തനുഭവിച്ചോ അതുപോലെ തിരിച്ച് അനുഭവിപ്പിക്കുന്ന പരിപാടി, മനസ്സിലായില്ലേ? സത്യം പറഞ്ഞ സൊസൈറ്റിയിൽ പട്ടി വില ഉള്ള അവസ്ഥ, ഈ അവസ്ഥയിൽ അയാൾ നിന്നു. അങ്ങനെ ഹൊറോസ്കോപ്പാണ് എൻ്റെ കയ്യിൽ വന്നത്. കാരണം ഞാൻ നോക്കാറുണ്ട്, ഞാൻ ഈ ചാർട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോൾ D90 ചാർട്ട്, ഞാൻ ഈ 2 ചാർട്ടും കൂടെ കമ്പയർ ചെയ്യുമ്പം എനിക്ക് മനസ്സിലാവുന്ന കാര്യം,
ഓക്കെ. ഇത് ആസ്ട്രോളജേഴ്സ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ കർമ്മയുടെ കാര്യം ഞാൻ എന്തായാലും ഞാനിത് ഓവറായിട്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല. ഈ പുനർജന്മത്തിൻ്റെ കാര്യം എനിക്ക് ചെറിയൊരു ട്രസ്റ്റ് ഉണ്ട്. നമുക്കൊരു കൃത്യമായ കൺഫർമേഷൻ കിട്ടാതെ നമ്മളൊന്ന് വിശ്വസിക്കേണ്ട കാര്യം. പക്ഷേ കർമ്മയുടെ കാര്യത്തിൽ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കർമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് ലൈഫിൽ വർക്കൗട്ട് ആണെങ്കിൽ ജസ്റ്റ് ലോജിക്കലി ഞാൻ പറഞ്ഞു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി ഒരു കോളേജിലെ ആര് വന്നിട്ടുണ്ട്, കോളേജിലെ വലിയ ലെക്ചർ വന്നിട്ടുണ്ടായിരുന്നു. ഉന്നത സ്ഥാനം നിൽക്കുന്ന ലെക്ചർ. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വലിയ സെറ്റപ്പാണ്, വലിയ പണമുണ്ട്, വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇയാൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കൊരു മോനുണ്ട്. ഈ മോനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പ്രശ്നമാണ്, ബുദ്ധിക്ക് പ്രശ്നമുള്ള കൊച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി മീൻസ് ചെറിയ ഓട്ടിസവും, ചെറിയൊരു ഓട്ടിസം, ഓവറായിട്ടുള്ള സംഭവമൊന്നുമല്ല. ഓട്ടിസം എന്ന് വെച്ചാൽ ഓട്ടിസം അല്ല, ചെറിയ ഡിസബിലിറ്റി പോലത്തെ ഒരു പയ്യൻ. അപ്പോൾ ഈ പയ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ പയ്യനെ ഡെയിലിയിട്ട് അടിക്കാറുണ്ട്. ഈ പയ്യനെ ഡെയിലിയിട്ട് അടിക്കാറുണ്ട്. ഈ കുട്ടിക്ക് ഭയങ്കര വേദന അനുഭവിക്കാറുണ്ട്. ഈ കുട്ടി ഇതേപോലെ അച്ഛൻ്റെ അടുത്തൊക്കെ വന്ന് പറയും, അയാൾ മൈൻഡ് ചെയ്യത്തില്ല. ഇതാണ് കാര്യം. അപ്പോൾ ഈ പറയുന്ന കുട്ടിയെ മിസ്യൂസ് ചെയ്യാറുണ്ട്. ആൾ കുറച്ച് ലോയലുമാണ്, അതുകൊണ്ട് അങ്ങനെ മിസ്യൂസ് ചെയ്യാറുണ്ട്, ഡെയിലിയിട്ട് അടിക്കാറുണ്ട്. അവർക്കൊരു വീക്കായിട്ടുള്ള ആൾ കിട്ടുമ്പോൾ വെറുതെ ആക്രമിക്കും. അതുപോലെ ആക്രമണം സഹിച്ചൊരു കുട്ടി, അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഹൊറോസ്കോപ്പ് എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ബുദ്ധിയെ പറ്റി പറയുന്നതെല്ലാം മെർക്കുറി വെച്ചിട്ടാണ്. നമുക്കറിയാം മെർക്കുറി, ഞാൻ പഴയ വീഡിയോ പറഞ്ഞോട്ട് പോയി കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഒരാളുടെ ബുദ്ധി, ഒരാളുടെ ചിന്താശേഷി എല്ലാം മെർക്കുറി കൊണ്ടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മെർക്കുറി എന്ന് പറഞ്ഞ ഗ്രഹം ഇവർക്ക് നെഗറ്റീവാണ്. അത് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഈ പറയുന്ന കുട്ടിയുടെ അച്ഛന് നരമ്പ് സംബന്ധമായ അസുഖമുണ്ട്, സ്കിൻ സംബന്ധമായ അസുഖമുണ്ട്, അങ്ങനെ ക്രൂഷ്യലാണ്. അതുപോലെ ഈ കുട്ടിക്ക് ഈ പ്രശ്നമുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനൊരു ഒരു സംഭവമാണ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം. അപ്പോൾ ഇതെന്തുകൊണ്ട് ഈ കുട്ടിങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതാണ് കോമഡിയല്ല, അത് കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ്റെ ഫാദർ ലെക്ചറാണെന്ന് ഞാൻ പറഞ്ഞു. അയാൾ പഠിപ്പിക്കുന്ന സമയത്ത്, അയാൾ പണ്ട് ട്യൂഷൻ പഠിപ്പിക്കുന്ന സമയത്ത്, അന്ന് ഈ കുട്ടിയെ ജനിച്ചിട്ടൊന്നുമില്ല, ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഞരമ്പ് സംബന്ധമായ ഒരു അസുഖമുള്ള ഒരു കുട്ടിയെ ഇയാൾ എന്തോന്നിട്ടുണ്ട്, സ്ഥിരമായിട്ട് അടിക്കാറുണ്ട്. പോയി ഓവർ അഗ്രഷനുള്ള ടെമ്പർ കൂടിയ ആളാണ് ഇയാൾ. പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ ഈ കുട്ടിയെ അടിക്കാറുണ്ട്, ഇടിക്കാറുണ്ട്. ആൾക്ക് ചെറിയൊരു ബ്രെയിൻ ട്യൂമറുള്ള ഒരു കൊച്ചാണ്, ബ്രെയിനിൽ ഇഷ്യൂ ഉണ്ട്, ഞരമ്പ് സംബന്ധമായ ഇഷ്യൂ ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. മനസ്സിലായില്ലേ? ചെറിയൊരു ഓട്ടിസം പോലത്തെ അസുഖം ഈ പറയുന്ന കുട്ടിയുണ്ട്. അങ്ങനെ ഇയാൾ ഈ കുട്ടിയെ ഡെയിലിയിട്ട് അടിക്കാറുണ്ട്. ഇയാളുള്ള കാര്യം പറഞ്ഞതാണ്, അടിക്കാറുണ്ട്. ആ സമയത്ത് ദേഷ്യം ഈ കുട്ടിയുടെ തീർക്കാറുണ്ട്. അങ്ങനെ തീർത്തുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇയാൾക്ക് വല്ല വിഷയമൊന്നും, ഇയാൾക്ക് ചെറിയ ഞരമ്പ് സംബന്ധമായ അസുഖം, അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറും. ഇത് അനുഭവിക്കുന്ന ആരാണ്? ഈ പറയുന്ന കുട്ടി അനുഭവിക്കുന്നു. മനസ്സിലായില്ലേ? ഇയാളെ മോൻ അനുഭവിക്കുന്നു. ഇയാളുടെ മോൻ എന്തോ ബാക്കിയുള്ള പയ്യന്മാരിൽ നിന്ന് അടികൊള്ളുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കർമ്മയുടെ പാറ്റേൺ വർക്കാവുന്നത്. ഇത് ബേസിക്കലി ലോജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ അച്ഛനും അമ്മയും ചെയ്തതെല്ലാം നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെ പിന്നെ നമ്മൾ D90 ചാർട്ട് മുൻജന്മമെന്നൊക്കെ എല്ലാവരും പറയുമെങ്കിൽ പോലും ആ ചാർട്ടിലുള്ളത് നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് കർമ്മത്തിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് നടന്നിരിക്കും. അപ്പോൾ കർമ്മയെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും പറ്റത്തില്ല. അത് എൻ്റെ അടുത്തൊക്കെ ആരും അപ്പം എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തെളിയിച്ചു കൊടുക്കുക. എൻ്റെ അടുത്ത് ആരും ഇപ്പോൾ ഇങ്ങനെ അത്രയും കറേജൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ചലഞ്ചിനായാലും ഒന്നിനും വരുന്നത് കണ്ടിട്ടില്ല. ഇതാണ് അവസ്ഥ. മനസ്സിലായി? ചലഞ്ചിന് വന്നാൽ പോലും പറയും എൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ യൂട്യൂബ് ഇടണ്ട എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ നമ്മൾ അതിനോട്ടൊന്നും പോകുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇയാളെ കർമ്മ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഈ കർമ്മയുടെ സൈക്കിൾ എന്ന് പറഞ്ഞത് വർക്കായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഈ പറഞ്ഞ 2 കേസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കർമ്മ പല കാറ്റഗറി ഉണ്ട്. ശുക്രൻ്റെ കർമ്മ, ബുധൻ്റെ കർമ്മ, മെർക്കുറിയുടെ കർമ്മ, അങ്ങനെ പല കർമ്മകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. 20 നക്ഷത്രക്കാർക്കും അതിൻ്റെതായ കർമ്മകളുമുണ്ട്, ബേസിക് കർമ്മകളുണ്ട്. അപ്പോൾ ഈ കർമ്മകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ആസ്ട്രോളജറിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് എന്ത് കർമ്മയാണുള്ളത്, എന്താണ് നിങ്ങൾക്കുള്ളതെന്ന് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതാണ് അവസ്ഥ. മനസ്സിലായില്ലേ?
ഇതിനെയാണ് നമ്മൾ ഈ കർമ്മ എന്ന് നമ്മളെപ്പോഴും പറയുന്നത്. മനസ്സിലായി? അപ്പോൾ കർമ്മ ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ശാസ്ത്രപരമായ തെളിവുകളോ ഒന്നും എനിക്ക് നിരത്താനില്ല. എനിക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ ആർക്ക് വേണോ ഈ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻ്റ് ഇടാം, ഞാൻ തെളിയിച്ചു തരാം. നിങ്ങളുടെ ലൈഫിൽ കർമ്മ വർക്കൗട്ട് ആവുന്നു എന്നുള്ള കാര്യം ഞാൻ തെളിയിച്ചു തരാം. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ശാസ്ത്രപരമായിട്ടുള്ള തെളിവൊന്നുമില്ല. ശാസ്ത്രപരമായി ഇത് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും നിലവിലില്ല. മനസ്സിലായില്ലേ? പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു തെളിവും ഈ ശാസ്ത്ര ലോകത്തില്ല. അപ്പോൾ ഒരു തെളിവില്ല. ശാസ്ത്രം പോലും കണ്ടുപിടിക്കാത്ത 100 ഇരട്ടി കാര്യങ്ങളുണ്ടെന്ന് പലരും പറയുന്നുമുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി നിങ്ങളെ പ്രൂവ് ചെയ്ത് തരിക എന്നുള്ളതാണ്. അത് ഞാൻ കൃത്യമായി ചെയ്യാം. അത് ഞാൻ എന്തോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും പറഞ്ഞ്, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ലൈവ് ചെയ്യാൻ നിൽക്കും. 50 സബ്സ്ക്രൈബേഴ്സായി, ഇനി അങ്ങോട്ട് ലൈവ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. പക്ഷെ നോക്കണം, ലൈവ് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. മനസ്സിലായി? ലൈവായിട്ട് ഓരോരുത്തരുടെ അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട്. അപ്പോൾ ലൈവ് വേണമെങ്കിൽ നിങ്ങളുടെ സഹകരണം കൂടെ എനിക്ക് വേണം. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഒരു 50 സബ്സ്ക്രൈബേഴ്സായി. ഇപ്പോഴേ നമുക്ക് ഇപ്പം അതിന് ലൈവ് ഇടാനുള്ള ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 1K ആയാൽ മാത്രമേ ലൈവിൽ കൂടെ വ്യൂ കിട്ടത്തുള്ളൂ. യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ, ലൈവിൽ വ്യൂവേഴ്സിനെ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. അത് മാത്രമല്ല, അപ്പോയിൻമെൻ്റ് എടുക്കുന്ന ആൾക്കാരും വേണം. മീൻസ് ലൈവിൽ വന്ന് ഫ്രീയാണ്. ലൈവിലൊക്കെ ഫ്രീയാണ്. ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് പറയുന്നതിൻ്റെ അത്ര ആക്യുറേറ്റായിട്ട് നമ്മൾ ലൈവിൽ പറഞ്ഞു കൊടുക്കത്തില്ല. മനസ്സിലായില്ല? അതാണ് കാര്യം. എങ്കിലും എല്ലാവർക്കും വിശ്വാസമാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതാണ് കാര്യം. മനസ്സിലായില്ലേ? വേറൊന്നുമല്ല. ഇതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇതാണ്. പിന്നെ നമ്മൾ PDF ആക്കി കൊടുക്കും. ഈ ഒരാളുടെ ലൈഫ് ലോങ് ഉള്ള കാര്യം മുഴുവൻ PDF ആക്കി നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കൊടുക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതും ആലോചിച്ച് പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈവ് നമ്മൾ തുടങ്ങുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സപ്പോർട്ട് വേണം. ഇപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് വേണം. ലൈവിൽ നിങ്ങളെ സംസാരം, നിങ്ങളെ വോയിസ് ക്ലിപ്പും എല്ലാം വരും. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇതാണ് കാര്യം. അപ്പോൾ ശരി.